നമ്മുടെ സ്വപ്നത്തിലേക്ക് അവിടെ ആ കപ്പൽ ഇങ്ങനെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അങ്ങകലെ ആ നീലക്കടലിൽ കാണുന്നതാണ് സാൻ ഫെർണാണ്ടോ. ആ സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനായിട്ടാണ് ആ ടഗുകൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ആ ടഗുകൾ സ്വീകരിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടറിലെത്തിക്കും. അതിനുശേഷം ബർത്തിങ് നടക്കും. ബർത്തിങ് നടന്ന് അവൻ അവിടെ അങ്ങനെ നിൽക്കും. നാളെയാണ് ഔദ്യോഗികമായ സ്വീകരണം. വാട്ടർ സല്യൂട്ട് നൽകി കേരളം ഇങ്ങ് വരവേൽക്കും നമ്മുടെ നാട്ടിലേക്ക്. കേരളം ആ സാൻ ഫെർണാണ്ടോയെ വരവേൽക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്നതാകട്ടെ ലോകത്തിന്റെ തുറമുഖ ഭൂപടത്തിലേക്ക്. നല്ല തലയെടുപ്പോടെ ഒന്നാന്തരം ഒരു തുറമുഖം പണിതിട്ടിട്ട് നമ്മളങ്ങ് കയറി ചെല്ലുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവസാനവട്ട ആ ഒരു കാത്തിരിപ്പിന്റെ ലാസ്റ്റ് മിനിറ്റുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളാണ് ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിറയും. നമ്മുടെ നാളത്തെ കേരളത്തിൻ്റെ വികസന പദ്ധതികൾ, വികസന വഴികൾ, അത് നമുക്ക് നൽകാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ബാലരാമപുരത്തേക്ക് അവിടുന്ന് ഒരു അണ്ടർ പാസേജ് ട്രെയിൻ പാത വരുന്നു. 9 കിലോമീറ്റർ തുരങ്കപാതയായി ഭൂമിക്ക് അടിയിലൂടെ പോകും, 1 കിലോമീറ്റർ മാത്രം മുകളിലൂടെ. അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, ഗോഡൌണുകൾ, എന്തൊക്കെ വലിയ ഹോട്ടൽസ്, വലിയ ഷിപ്പിംഗ് കമ്പനികളുടെ ഓഫീസുകൾ, അങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ അങ്ങ് മാറാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എത്രയോ നാളുകൾക്ക് മുൻപ് തുടങ്ങിയ EK നായനാർ സർക്കാരിൻ്റെ കാലത്ത് 96-ൽ തുടങ്ങിയ ഒരു വലിയ സ്വപ്നമാണ്. അന്നവിടെ അതിൻ്റെ ആലോചനകൾ നടക്കുന്നു. പിന്നീട് AK ആന്റണി സർക്കാർ വരുന്നു, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ, അതിൻ്റെ AK ആന്റണി രാജിവെച്ച് മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു, മിണ്ടാട്ടമില്ല. 2006-ൽ VS സർക്കാർ വീണ്ടും വന്നതിന് ശേഷം അതിൻ്റെ വലിയ പദ്ധതികളിലേക്ക്, തുറമുഖത്തിലേക്ക് പദ്ധതികളിലേക്ക് വരുന്നു. ആദ്യ ഫേസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. പക്ഷേ ഈ ടെൻഡർ നടപടികളിൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാർ ചൈനീസ് ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് ഇടങ്കോലുകൾ ഇടുന്നു. അങ്ങനെ ആ സർക്കാരിൻ്റെ കാലത്ത് അതങ്ങനെ നിൽക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, ചെയ്യുന്നു. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി LDF-ന്റെ വലിയ സമരങ്ങൾ വരുന്നു. മനുഷ്യ ചങ്ങലയടക്കം വിഴിഞ്ഞത്ത് നിന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് രാജ്ഭവൻ മാർച്ചുകളൊക്കെ നടക്കുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് CPIM-ന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ആ മാർച്ചുകൾക്ക്, പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് അന്ന് കണ്ടത് ഇന്നും ഓർമ്മയിലുണ്ട്. പിന്നീട് ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി തീരാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ അദാനിയുമായി കരാർ ഒപ്പിടുന്നു. പക്ഷേ ആ കരാർ കേരളത്തിൻ്റെ സ്വപ്നങ്ങളെ ഹനിക്കുന്നതാണ് എന്ന വലിയ വിമർശനം അന്നും ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ കരാർ റദ്ദാക്കിയില്ല LDF സർക്കാർ. കാരണം കരാർ റദ്ദാക്കിയാൽ അത് പിന്നീട് ഈ തുറമുഖം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലതാമസം, അദാനിക്ക് കൊടുക്കേണ്ടി വരുന്ന വലിയ നഷ്ടപരിഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കരാർ റദ്ദാക്കാതെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഓഖിയും കോവിഡും കൊടുങ്കാറ്റുകളും വലിയ പ്രളയവും അടക്കമുള്ള വലിയ പ്രതിബന്ധങ്ങൾ വരുന്നു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒടുവിൽ 1-ാം ഘട്ടം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി വെറും 3 വർഷങ്ങൾക്കപ്പുറം 2-3 ഘട്ടങ്ങൾ കൂടി യാഥാർത്ഥ്യമാകും. 2028-ൽ അന്ന് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ സ്ഥാനത്തിൽ 3-ാമതാകും വിഴിഞ്ഞം. ഇപ്പോൾ 10-ാമതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ തുറമുഖ പട്ടികയിലെ ഏറ്റവും തിളക്കമുള്ള പേരുകളിൽ ഒന്നായി നമ്മുടെ വിഴിഞ്ഞം മാറുമ്പോൾ അത് കേരളത്തിൻ്റെ തലസ്ഥാനത്തിന് മാത്രമല്ല അഭിമാനമാകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് മാത്രമല്ല നേട്ടങ്ങൾ കൊണ്ടുവരുന്നത്, ഇന്ത്യക്ക് മൊത്തമാണ്. കാരണം ഈ വിദേശ തുറമുഖങ്ങളിൽ മദർഷിപ്പുകൾ വരുന്ന ചരക്കെടുക്കാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സമയനഷ്ടം, അവിടുത്തെ സർക്കാരുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന നികുതി, വലിയ തുക, ഇതൊക്കെ ഇനി നമ്മുടെ കേരളത്തിലേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ കേരളം ആകപ്പാടെ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ നമ്മൾ അതിന് കാത്തിരിക്കുന്നു. ഏതായാലും വലിയ പ്രേക്ഷകരുടെ ഒരു ആവേശമാണ് ഇങ്ങനെ എൻ്റെ മുന്നിൽ അതിരുകൾ കടന്നു പോകുന്നത്. LDF സർക്കാരിന് ബിഗ് സല്യൂട്ട് എന്ന് മാധവൻ ഭാസി എഴുതുന്നു. ടഗ് ബോട്ടുകൾക്ക് നിർദ്ദേശം നൽകാൻ ഒരു ക്യാപ്റ്റൻ ഉണ്ടാകുമല്ലോ, മലയാളിയായ നമ്മളറിയാത്ത ആ ക്യാപ്റ്റനും ഒരു സല്യൂട്ട് എന്ന് ഫിദൽ പറഞ്ഞു വെക്കുന്നു. എങ്ങനെ സഹിക്കും പ്രതിപക്ഷവും മാധ്യമങ്ങളും? കൂടോത്രം വിട്ടുപോവോ എന്ന് വിജയകുമാർ ചോദിക്കുന്ന കാര്യമുണ്ട്. ദിലീപ് ശ്രീധർ പറയുന്നു, കേരളത്തിൻ്റെ വികസനത്തിന് ചങ്കുറപ്പുള്ള നേതാവ് പിണറായി ഇനിയും ഭരിക്കണം, 3-ാം പിണറായി സർക്കാർ ഉറപ്പാണ് എന്ന വലിയ അഭിപ്രായം അവിടെ ദിലീപ് പറഞ്ഞു വെക്കുന്നുണ്ട്. കാർമേഘം കൊണ്ട് മാപ്രകൾ മറക്കാൻ ശ്രമിച്ചാലും നാളത്തെ കേരളം പറയും പിണറായി എന്ന ഉദയസൂര്യനെ കുറിച്ച് കുഞ്ഞഹമ്മദ് TK എഴുതുന്നു. ആ രീതിയിൽ മുഖ്യമന്ത്രി അതിലെടുത്ത വലിയ എഫേർട്ടുകൾ, ഈ സർക്കാർ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ എടുത്ത വലിയ നീക്കങ്ങൾ, ഇച്ഛാശക്തി, അതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു മനോഹര കാഴ്ച ഇന്നത്തെ സുപ്രഭാതത്തിൽ കാണാൻ കഴിയുന്നുവെന്നതാണ്. പ്രിയ പറയുന്നു, അങ്ങകലെ സാൻ ഫെർണാണ്ടോ, സ്വാഗതം സുസ്വാഗതം വിഴിഞ്ഞത്തേക്ക് എന്ന് നമ്മൾ കാണുന്നു. ആവേശകരമാണ് ഇന്നത്തെ വാർത്തകളെന്ന് ദിലീപ് ശ്രീധർ പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും ഇതാ ഇമ്പിച്ചിക്കോയെ തങ്ങൾ പറയുന്നു, എന്തെല്ലാം ഒരു ചൊല്ലുണ്ട്, 8 മാമു എവിടെ ഗർഭമുണ്ടായാലും അതിൻ്റെ ആൾ ഞാനാ എന്ന് പറയും, അതാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ലിസാമ ഗുഡ് മോർണിംഗ് നൽകുന്നുണ്ട്. ഇതിനിടയിൽ ഗുഡ് മോർണിംഗ് സർജൻ പറയുന്നു, വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്നത്, യാഥാർത്ഥ്യമാക്കിയത് പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് അഭിവാദ്യങ്ങൾ പറയുന്നു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ തിലകക്കുറി, അങ്ങകലെ പൊട്ടായി മദർഷിപ്പ്, എല്ലാം വിജയിക്കട്ടെ എന്ന് താജുദ്ദീൻ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ അടുത്തടുത്ത് പോവുകയാണ്.
വിജിൻ ചേരുകയാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം, ഒരിക്കൽ കൂടി കാണാം. മദർഷിപ്പിനെ കാണാം, സാൻ ഫെർണാണ്ടോയെ കാണാം. നമ്മുടെ വലിയ പ്രതീക്ഷയാണ് അങ്ങകലെ ആ നീലക്കടലിൽ അങ്ങനെ തെളിഞ്ഞു കാണുന്നത്. നേരത്തെ അതൊരു പൊട്ടുപോലെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ വലുതായി വരികയാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ വിഴിഞ്ഞത്തിന്റെ കര തൊടാനായി അവൻ ഇങ്ങനെ കടന്ന് മെല്ലെ വരുന്ന കാഴ്ച സ്വീകരിക്കാനായി, മുന്നോട്ട് വഴികാട്ടാനായി ടഗുകൾ, 3 ടഗുകൾ പോയിട്ടുണ്ട്. നാളെ വാട്ടർ സല്യൂട്ട് നൽകി നമ്മൾ സ്വീകരിക്കുമ്പോൾ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരും. വിജിൻ, ഇതാ കപ്പൽ അങ്ങകലെ ദൃശ്യമാകുന്നുണ്ട്. അങ്ങകലെ കേരളത്തിന്റെ വികസന വെളിച്ചം തെളിയുകയാണ് വിജിൻ നീലക്കടലിൽ. മനു, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും ആദ്യം പോയ ടഗ് കൂടി കപ്പലിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാണാൻ കഴിയുന്നുണ്ട് വിജിൻ, നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, നല്ല ഒന്നാം തരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ സജു പകർത്തുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ടഗിനെയും ഒപ്പം തന്നെ സാൻ ഫെർണാണ്ടോയെയും ഒരുമിച്ച് കാണുന്നു. ആദ്യ ടഗാണ് അതിനെ, ഈ കപ്പലിനെ ആനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഏറ്റവും മുൻവശത്ത് ആ ടഗാണ് ഉണ്ടാവുക. എന്തായാലും ആ ടഗ് ഇപ്പോൾ നിലവിൽ ഓറഞ്ച് നിറത്തിലുള്ള ആ പടുകൂറ്റൻ കപ്പലിന് തൊട്ട് അടുത്ത് എത്തിയിരിക്കുന്നു. മറ്റ് 3 ടഗുകൾ കൂടി അല്പസമയത്തിനകം ആ ഭാഗത്തേക്ക് എത്തും. നമ്മൾ നേരത്തെ കണ്ട പ്രദേശത്തേക്ക് സിഗ്നൽ ലഭിക്കുന്ന, പച്ച സിഗ്നൽ ലഭിക്കുന്ന ആ ഭാഗത്തേക്ക് ടഗുകൾ ഈ കപ്പലിനെ കൊണ്ടുവരും. കുറച്ച് ദൂരങ്ങൾ കൂടി മാത്രമേ കപ്പൽ അതിൻ്റെ സ്വതസിദ്ധമായ നിയന്ത്രണത്തിൽ എത്തുകയുള്ളൂ. അതിനുശേഷം ഈ ടഗുകൾ പൂർണ്ണമായും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അതിനുശേഷമായിരിക്കും ഈ കപ്പലിനെയും വഹിച്ചുകൊണ്ട് അവർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തുക. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ സല്യൂട്ട് നൽകി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ആദ്യത്തെ ട്രയൽ റൺ നടക്കുക. അതിനുശേഷം ഈ കപ്പലിൽ എത്തിയ 1500ഓളം വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കി വെക്കും. പിന്നീട് ചെറിയ കപ്പലുകൾ എത്തിയാകും ആ കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഇപ്പോൾ ഈ ടഗും കപ്പലും തൊട്ടടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള ആ കപ്പലും വെള്ള നിറത്തിലുള്ള ആദ്യത്തെ ടഗും തൊട്ട് അടുത്ത് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആവേശം നൽകുന്ന ഏറ്റവും നല്ല കാഴ്ച, ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. വിഴിഞ്ഞം ഈ ആഴിമലയിലെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്ന, ഏറ്റവും തെളിഞ്ഞു കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്തരീക്ഷവും കാലാവസ്ഥയും എല്ലാം ആ വിഴിഞ്ഞത്തെ ആദ്യ കപ്പലിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയത് തന്നെയാണ്. ഏറ്റവും തെളിച്ചുള്ള ഈ കാഴ്ച നമ്മൾക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുകയും ചെയ്യുന്നത്. ആ ആവേശത്തിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ സമീപവാസികളും ഒപ്പം തന്നെ കേരളം മുഴുവനും ഉള്ളത് എന്നുള്ളതാണ് ആവേശം നൽകുന്ന കാഴ്ച. ആ ആവേശത്തിലേക്ക് പൂർണ്ണമായും കേരളം മാറിയിരിക്കുന്നു. നാളെ മുഖ്യമന്ത്രി ഈ മദർഷിപ്പിനെ, ഏറ്റവും പടുകൂറ്റൻ കപ്പലിനെ, ലോകത്തെ തന്നെ 2ാമത്തെ ഏറ്റവും പടുകൂറ്റൻ കപ്പലിനെ സ്വീകരിക്കും. വാട്ടർ സല്യൂട്ട് നൽകുന്ന ആ ദൃശ്യങ്ങൾക്കായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു, കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. എന്തായാലും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായ പദ്ധതി, ആ പദ്ധതി എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ മനു സൂചിപ്പിച്ചതുപോലെ ഓക്കി ഉണ്ടായിരുന്നു, പ്രളയമുണ്ടായിരുന്നു, കൊടുങ്കാറ്റുകൾ ഉണ്ടായിരുന്നു, വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കല്ലിന്റെ ക്ഷാമം ഉൾപ്പെടെ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രത്യേക ചാർട്ട് തയ്യാറാക്കി ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയാണ് ഈ അന്താരാഷ്ട്ര തുറമുഖം, കേരളത്തിന്റെ അഭിമാന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. എന്തായാലും ഈ മാസം സെപ്റ്റംബറോടുകൂടി ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതിനുള്ള ഏറ്റവും ആദ്യത്തെ പടിയാണ് ഇപ്പോൾ ആദ്യത്തെ ചരക്ക് കപ്പലിനെ സ്വീകരിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത്. അത് നാളെയാണ്. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും സ്വീകരിക്കുക. ഒപ്പം തന്നെ ആദ്യത്തെ ട്രയൽ റൺ നടക്കുമ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം എത്തുന്ന കാഴ്ച, ആ വികസന കുതിപ്പിലേക്ക് കടക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും ലോകമേ നിങ്ങളിത് കാണുക. ഇതാണ് ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ വിഴിഞ്ഞം ഇതാ സ്വപ്നങ്ങളിലേക്ക് കൺതുറക്കുന്ന മനോഹരമായ കാഴ്ച. 3 ടഗുകൾ ഇതാ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ആ പടുകുറ്റൻ കപ്പലിനെ. ഇനി ഈ ടഗുകളുടെ നിയന്ത്രണത്തിലായിരിക്കും കപ്പലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വിഴിഞ്ഞത്തിന്റെ ഔട്ടറിലേക്ക് ഈ സാൻ ഫെർണാണ്ടോ വരുന്ന ആ മിനിറ്റുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനി അധികം സമയമൊന്നും വേണ്ട. ഇത്രയും വർഷം നമ്മൾ കാത്തിരുന്നില്ലേ ഈ മഹാപദ്ധതി നടപ്പിലാക്കുന്നത് കാണാൻ? അതതാ യാഥാർത്ഥ്യമാകുന്നു. 1ഉം 2ഉം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലും ഒന്നുമായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. അതിന്റെ 1ാം ഘട്ടം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നു. അതിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടാണ് ഈ പടുകുറ്റൻ കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ 400 മീറ്ററിലധികം നീളമുള്ള
മറ്റൊരു പടുകൂറ്റൻ കപ്പൽ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നു. ആ ടഗ്ഗുകൾക്കരികിലേക്ക് വരികയാണ് സാൻ ഫെർണാണ്ടോ. മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരു വലിയ കൊമ്പനാന വരുന്നത് പോലെ കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. വിഴിഞ്ഞം കൺതുറക്കുമ്പോൾ ലോകം ഇത് കാണുക. ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം, ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ വിഴിഞ്ഞം തുറമുഖം. ഇവിടെയാണ് ഇനി ഞങ്ങളുടെ സ്വപ്നങ്ങൾ കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ നല്ല നാളുകൾ, ഞങ്ങളുടെ പുതിയ നാളുകൾ ഇവിടെ നിന്ന്, ഈ വികസന പദ്ധതിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പദ്ധതി ഇങ്ങനെ യാഥാർത്ഥ്യമാകുമെന്ന്. നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് നമ്മൾ കരുതി എത്രയോ പദ്ധതികൾ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷേ ഒന്നുകൂടി പറയേണ്ടി വരും. ഗെയിലും നാഷണൽ ഹൈവേയും ഒക്കെ കടന്നിതാ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക്, അത് യാഥാർത്ഥ്യമാകുന്ന സുവർണ നിമിഷങ്ങളിലേക്ക് കടന്നു വരുന്ന കാഴ്ച. കൺ തുറന്നു തന്നെ ലോകം കാണണം കേരളത്തിൻ്റെ ഈ മഹത്തായ നേട്ടം. രാജ്യത്തെ ഏറ്റവും വലിയ ആഴമുള്ള തുറമുഖമായി, ഏത് മദർഷിപ്പിനും അടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള തുറമുഖമായി വിഴിഞ്ഞം ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരെ ഇന്ത്യയിൽ അടുത്തിട്ടില്ലാത്ത ഇത്രയും വലിയൊരു മദർഷിപ്പ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. ഇതിലും വലിയ കപ്പലുണ്ടോ? അതും വരട്ടെ വിഴിഞ്ഞത്തേക്ക്, എല്ലാം കയറി വരട്ടെ, എന്തും ഇവിടെ സ്വീകരിക്കപ്പെടുമെന്നാണ് വിഴിഞ്ഞം ലോകത്തോട് പറയുന്നത്. കാരണം അത്രമാത്രം സജ്ജമാണ് ഈ തുറമുഖം. രാത്രി ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി പകർത്തിയത് പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി കഴിയുമ്പോൾ എത്ര മനോഹരമായിരിക്കും ആ കാഴ്ചയെന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടതാണ്. നമ്മൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കണം. ലോകത്തിൻ്റെ എത്രയോ തുറമുഖങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ദുബായും കൊളംബോയും ഷാങ്ഹായും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞു കേട്ട മഹത്തായ കാഴ്ചകളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞമെന്ന് പറയുന്ന നമ്മുടെ ദേശം ഇതാ കടന്നു ചെല്ലുകയാണ് വലിയൊരു തുറമുഖ കാഴ്ചയായിട്ട്. സാൻ ഫെർണാണ്ടോ കൂടുതൽ അടുത്തേക്ക് വരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓളങ്ങളെ, തിരകളെ മെല്ലെ കീറിമുറിച്ചുകൊണ്ട് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ആ ഗംഭീര കപ്പൽ 2000-ലധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കാനായിട്ട് വരികയാണ്. ഇവിടെ തുറമുഖത്തിറക്കി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ കൊളംബോയിലേക്ക് ആ കപ്പൽ മടങ്ങിപ്പോവുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഈ കപ്പൽ കടന്നു വരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും.